ഇവിടുന്ന് സൗണ്ട് കേട്ടു. അവിടെ എത്തി നോക്കിപ്പാ പട്ടിയോ ആണോ? എന്റെ ദൈവമേ, എന്താണോ അത്? ഹായ് ഗൈസ്, ഞങ്ങളാണെങ്കിൽ പുതിയൊരു ഗോസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്. പക്ഷെ വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ മീൻസ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പിൽ ഒരുമാതിരി ശബ്ദം അവിടെ നിന്ന് ഇവിടെ വിസിലടിക്കേണ്ടത്, അങ്ങനെ പല രീതിയിൽ പല ശബ്ദങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ ഈ ഫാക്ടറിയിലോട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ റോഡിൽ നിൽക്കുമായിരുന്നു. ആ സമയത്ത് തന്നെ ഈ ബിൽഡിങ്ങിന് അകത്തുനിന്ന് തന്നെ ചില പല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ആ സൗണ്ട് കേൾക്കുന്ന അനുസരിച്ച് ഞങ്ങൾ കയറി അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു വിസിലടിക്കുന്ന സൗണ്ട് ഞാൻ കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാം, ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കണം. വിസിലടിക്കുന്ന സൗണ്ട് കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അത് മനുഷ്യന്മാരാണോ എന്തൊക്കെ അറിയില്ല, ബട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ആ ബിൽഡിങ്ങിനകത്തിരിക്കുകയാണ്. ഞങ്ങൾ ഓപ്പോസിറ്റ് തന്നെ കുറച്ച് ദൂരം മാറി വന്നിട്ട് ഒരിടത്തും സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു മൂവിങ് ഇങ്ങോട്ട് ഞങ്ങൾ ഫീൽ ആവുന്നുണ്ട്. കാര്യം അതറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സൗണ്ട് കേട്ടിപ്പോ ഉണ്ട്. ആ ഡോറിൻ്റെ അവിടെ നിന്ന് സൗണ്ട് കേട്ടെ. അവിടെ നിന്നാണോ സൗണ്ട് കേട്ടെ? ആ ഡോറിൻ്റെ അവിടെ ഫസ്റ്റ് റൂമില് അതിന്റെ എന്ത് ഒരു മാനുവൽ എന്ത് സാധനം വന്നായിരുന്നു. ഏത് റൂണ്? നമ്മുടെ ഈ ഫസ്റ്റ് റൂണോ? എന്താ എന്തല്ലോ അത് ശരിക്കും ഉണ്ടായിരുന്നേ. ശരിക്കും ജസ്റ്റ് നോക്കിട്ട് വിളിച്ചപ്പോ അവിടെ ഒറ്റക്കേറ്റ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ആരെങ്കിലും ഉണ്ടോ അവിടെ? ആരാത്? കുറച്ച് നേരത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടുന്ന്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഹലോ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒന്നല്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്ന ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, വേറെ ഒന്നുമല്ല ഇവിടെ. അറിയില്ലേ പറഞ്ഞോ, മനുഷ്യനെ ആരാണെങ്കിലും പറഞ്ഞോ. സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ടോ. ക്ലിയർ ആയിട്ട് കേട്ടോ. തവളയോ പട്ടിയാന്ന് തോന്നിട്ടാ ചുമക്കുന്ന സൗണ്ട് ബ്രോ. ചുമക്കുന്ന സൗണ്ട് കേട്ടില്ല. ഹലോ, ആരാതെ? ആരാടാ നീ? എന്ത് സൗണ്ട് ഇത്? പട്ടി ഊരിടണ അമ്മ സൂക്ഷിച്ചിട്ട. ഹലോ, ആരാതെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ വിളിച്ചേ. എടാ ആരാടാ? ഹലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഹലോ, ഞാൻ ശരി കണ്ടു ബ്രോ, 2 തവണ ഞാൻ കണ്ട്. എന്താ ബ്രോ അല്ല ഫുഡ് സ്റ്റെപ്പ് ആയിട്ട് ക്യാമറ കറക്റ്റ് യൂസ് ചെയ്യണം. അന്നത്തെ കൂട്ട് ആകുമ്പോഴാണ് ക്യാമറ. ഫുഡ് സ്റ്റെപ്പ് ആയിട്ട്
ഗൈസ് ഉണ്ട്, ഈ ഭാഗത്ത് ഞാൻ സൗണ്ട് കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുന്നത്. എടാ ആരാടാ? എടാ നീക്ക് ആരാണ് പറഞ്ഞു മോനിച്ചത് ഇവിടുന്ന് സൗണ്ട് കേട്ടോ കൊട്ടണമായി. ഗൈസ് ഇപ്പൊ ഇവിടുന്ന് സൗണ്ട് കേട്ടു. ഹലോ സത്യം അവിടെ എത്തി നോക്കിപ്പ അവിടെ നേരത്തെ ഇങ്ങനെയല്ലേ, ഇതിപ്പോ താഴെന്നാ. ആരെങ്കിലും ഉണ്ടോ മെഷീന്റെ അവിടെ നോക്കി? ഇന്ന് പറഞ്ഞോ ഇന്ന് പറഞ്ഞോ? അവിടെ അവിടെ ഉണ്ടായിരുന്നു സത്യമായിട്ട്. ബ്രോ ഈ ഇത് കണ്ട നമ്മുടെ ഈ ഇതിന്റെ മുകളിൽ ആ ഇത് കണ്ട ഒരു കമ്പി പോലൊക്കെ കണ്ട, അതിന്റെ മുകളിലായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടതാ. ക്യാമറ ഓഫ് ആക്കിയത് അത് മാറ്റി വെച്ചത്. ഫോൺ എടുത്തത് എന്ത് സൗണ്ട് പോയി കേട്ടോട്ടിരുന്നേ? അറിയില്ല ബ്രോ ശരിക്കും, പക്ഷെ നല്ല രീതി ഞാൻ കണ്ടിട്ട് അവിടെ നല്ല രീതി ഞാൻ കണ്ടത്. നിങ്ങൾ എവിടെ കണ്ടത്? ഈ ഭാഗത്താണ് പറഞ്ഞു ബ്രോ ഇത് കണ്ട ഒന്നിനെ ഈ ഒരു മെഷീൻ കണ്ട, ഏത് മെഷീൻ? ഈ മെഷീൻ റോക്കറ്റ് സാധനം അതിന്റെ ആ ഇത് കണ്ട അവിടെ നിന്നല്ലേ? ഹലോ ആ റൂമിന്റെ അപ്പുറത്ത് ആരാത്? അടിക്കുന്ന സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്തുനിന്ന് അവൾ അപ്പുറത്ത് പറയാൻ ചാൻസേ ഇല്ല. അപ്പുറത്താരും പറയാൻ ചാൻസേ ഇല്ല. ഹലോ അവിടെ ഇങ്ങോട്ട് എങ്ങോട്ടാ? എവിടെ കണ്ടേ? അവിടെ ഇല്ലേ? എവിടാ ബ്രോ? അത് നോക്കി എന്തെങ്കിലും കിടന്ന് ആടുന്ന പോലെ ഒരു മിന്നറെ കണ്ടായിരുന്ന? ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടത്. ഈ ജനലുണ്ട് ഇവിടുത്തെ തോന്നി ഇപ്പുറത്ത് കൂടിയുള്ള വ്യൂ അവിടെ. എന്താ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ക്ലിയർ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ക്ലിയർ ആയിട്ട് എന്ത് കുണ്ടിയാണ് കാണുന്നത്? എന്ത് കാണുന്നവിടെ? ആരാ ബ്രോ ഇത്? ആരെങ്കിലും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിയാൻ വേണ്ടിട്ടല്ല പറഞ്ഞ് തുടക്കം തന്നെ പറഞ്ഞ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ. ഈ ഫാക്ടറിൽ ഉപയോഗിച്ച മെഷീനാണ്. മെഷീനൊക്കെ പോയി. ദൈവമേ, ഇവിടെ ഞാൻ കണ്ട നേരത്തെ ഇതിന്റെ ഇപ്പുറത്ത് ബ്രഹ്മാണ്ടം തെറിച്ചും പോകും ഇതിന്റെ ഉള്ളിൽ വില. ഇവിടെ കണ്ടേ ബ്രോ ഞാൻ ആദ്യം കണ്ടില്ലേ ഇത് കണ്ട് ഈ തൂണുണ്ട്, ഇവിടെ ഒരു തൂണുണ്ട്. ഈ തൂണിന്റെ അവിടെ എത്തി നോക്കുന്നത് അത് ഇവിടെ ഒരു കമ്പിയുണ്ട്. ഈ കമ്പിയുടെ ഇവിടെ മുകളിലായിട്ട് സാധനം കണ്ട അതിന്റെ അവിടെ ഇങ്ങനെ തലയിലെ മുന്തി നോക്കിയിട്ട് വെച്ച താഴ്ച ഞാൻ കണ്ടത്. കുഴപ്പമില്ല കേട്ടോ, പിടിച്ചോ. ഞാൻ കാറടിച്ചാലും പിടിച്ചോട്ടോ, കുഴപ്പമില്ല, വിഷയമില്ല കേട്ടോ. ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? മോന് ക്യാപ്ചർ ആയി തോന്നുന്നു. ക്യാപ്ചർ ആയിട്ടുണ്ടാവും. എന്താണ്? ഞാൻ കണ്ടില്ല. അവിടെ എന്തോ സാധനം ഇടിച്ച എന്തോ ഇടിച്ചാൽ തെറിച്ചു പോയത്. ആ ജനാല വന്ന് എന്തോ സാധനം ഇടിച്ച്
ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടു. ഞാൻ ഇടിച്ചിട്ട് ഇങ്ങനെ പോയാൽ അങ്ങോട്ട് തെറിച്ച് പോയാൽ ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടത്. ഇപ്പൊ ഇവിടെ എന്തോ പോയി പോകട്ടുള്ളൂ. ആ ഹലോ മുട്ടുന്നുണ്ട്. ഹലോ അടിച്ചുവിടുവോ? എന്താ അങ്ങനെ ആരേ? ഹലോ ഹലോ ദീപോ എന്തോ അങ്ങനെ എന്ത് ആരാണ്? പേടിച്ച് കാണണ്ട, കിട്ടിക്കോണ്ട എന്നെ കിട്ടി ലൈറ്റ് വിഷയമല്ല. എന്ത് അവിടെ എന്താ കുഞ്ഞോട്ടെ നോക്കി പറഞ്ഞേ, കുറിച്ച് പറഞ്ഞേ. എന്തോ ഇത് ബ്രോ എന്തോ ആരല്ലേ നിനക്ക് അടുക്കല്ലേ നിർത്ത്. ആരാണ് എന്തെങ്കിലും പ്രയത്തെ കണ്ടിന്യൂ എന്താ സൈലന്റ് ആയിട്ട് എന്ത് ഇങ്ങനെ കാറ് വെച്ച് തൊണ്ട കാറുന്നത് വെള്ളം മറ്റു ചാവത്തുള്ളൂ തൊണ്ട ആരേ ഹലോ എന്താ എനിക്കറിയാൻ പോയോ? ഹലോ ആരാ തന്നെ കടന്നു ആരാണ് ഇവൻ? തന്നെ കടന്നു ഇത് മനുഷ്യനാണ് പ്രേതമാണ്. ആര് പറഞ്ഞു? തന്നെ കടന്നു അത് നോക്കത് ആരാ? Oh my God. ഇവിടെ ആരാ ഉള്ളത്? ഹലോ ആരത്? എന്താ ബ്രോ ഇത്? ആരത്? ഹലോ എന്റെ ദൈവമേ, ഫാക്ടറി കണ്ടോ? ഇത് ഫാക്ടറി തന്നെയാണോ ബ്രോ? ആ സാധനം ഈ കല്ല നേരത്തെ വന്നേ. ഈ കണ്ടോ? ആ ഇപ്പൊ പറഞ്ഞില്ലോ. ഓ മൈ ഗോഡ്, ഇതെവിടെ? എന്താ ഇത്? ഹലോ വിഷുവിന് ഓണാണ് ഇവിടെ. ഈ മിജിനിയുടെ പാതകത്തിൽ പൊട്ടക്കാട്ടിയൊന്നും ആരുണ്ടാക്കാനാണ്? തന്നെ പറയുന്നത് ചക്കർ മിഷീനോണാണ്. തേയിലേ കിടക്കുന്നുണ്ട് ഇവിടെ. എടുത്തിട്ട് പോകാം വീട്ടിലോട്ട്, ചായ എത്തണം. അതുകൊണ്ട് വെക്കാം. ഫോണാണ് ഓക്കെയാണ്. ഞാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. പട്ടി ഇതല്ലേ? ആണോ? ഇതല്ലേ? എനിക്കറിയില്ലോ. ഇത് ചെറിയ നമ്മൾ ഉണ്ടാവില്ലേ? ഇതാണ് ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ ഈ പട്ടി ഡ്രൈവറല്ലേ പണ്ടത്തെ? ദേഹത്തെ എടുത്ത് ഇവിടുത്തെ ഒന്നും കൊണ്ടുപോകല്ലേ ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. ആ തൊട്ടപ്പം തന്നെ തലക്കിട്ടുണ്ടോ ഏറിപ്പോ ജസ്റ്റ് ബസ്. ബ്രോ
ഞാൻ ജസ്റ്റ് സ്മെല്ല് നോക്കിയതാ എന്താന്നറിയാൻ വേണ്ടിട്ട്. തല സ്മെല്ലാണ് ഇപ്പൊ. പൊന്നെ എനിക്കറിയില്ലല്ലോ. ബ്രോ ബ്രോ ഇങ്ങോട്ട് നോക്കാം. ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നില്ലേ? ഈ സാധനം അനങ്ങിക്കൊണ്ടിരിക്കുന്നത് കുട്ടിച്ചാത്തനുണ്ടോ? എന്നോടും കാര്യത്തിൽ ഇതിന് മാത്രം ഞാൻ ആരാ പറഞ്ഞ ചായപ്പൊടി തൊടാൻ? ഇതിന് ചായപ്പൊടി എടുത്ത് വേണ്ട. നക്ക് വായിട്ട് നക്കി എന്നാലേ പോകത്തുള്ളൂ. വെറും ഫക്കല്ലത്. അതുകൊണ്ട് എന്താ പറഞ്ഞു പോയി പോയി. എനിക്കറിയാൻ പാടില്ല ബ്രോ, പെട്ടെന്ന് ഇവിടെ നിന്ന് വന്നേ. ഇവിടെ വയറെ കൊണ്ട് കയറി പിടിക്കണ്ടേ? ഇതിപ്പോ തട്ടിയിട്ട് വേണല്ലോ. ഇതിന്റെ മുടിയെന്നോ കുഴി മാത്രമല്ല, നിറച്ച് പശുവിന്റെ അവാർഡും ഉണ്ട്. ശരി നമുക്ക് ഇന്റർ പറയാം. ഇന്റർ പറഞ്ഞിട്ടില്ല. പൊന്നി ആരുമില്ല പറഞ്ഞോ. മോളിലൊന്നും കയറാൻ ചാൻസ് ഇല്ല, കാരണം മോളിൽ കയറി ഞാൻ സീന അവിടെ. മോളിലൊന്നും ആരും കയറിയൊന്നുമില്ല. കയറി കഴിഞ്ഞാൽ നിരത്തടക്കും. ഇത് മോളിലൊന്നും ഒറ്റണത്തിന് കയറാൻ പറ്റത്തില്ല. ഇത് താഴെ തന്നെയാണ്. പക്ഷെ ഇത് ആരാണ് എന്താണ് ഇൻട്രസ്റ്റ് പറയാം. ആരേ ലേക്കുന്നേ? ഹലോ ആരേ എന്താ ഇവിടെ നമുക്ക് കണ്ടത്? ക്ലിയർ ആയിട്ട് കണ്ടതല്ലേ, ബ്രോയും കണ്ടതല്ലേ? അതൊന്നും നമുക്ക് ഇറക്കില്ല. ഒന്നാമത് കൈയും കാലം പോയിരിക്കുക എന്റെ. അല്ല ബ്രോ, ചാണകം ചവിട്ടി ചാണകം അടിച്ചാണ്ടില്ലായിരുന്ന കേട്ടാ? ശരി ഫസ്റ്റ് ഇന്റർ പറയാം. ഒന്ന് ഇന്റർ കൂടെ പറഞ്ഞിട്ടില്ല. 1000 ഹായ് ഗൈസ്, പുതിയൊരു ഗോഷ്ഠിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചധികം ബോഡികളൊക്കെ കുറച്ച് അതായത് പാർട്സ് എന്റെ കാലിന് വന്നിട്ട് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് എനിക്ക് ഈ കാല് വെച്ച് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഒരു ഫാക്ടറി, ഒരു ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ഫാക്ടറി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും നജീബും വന്നിരിക്കുന്നത്. സോ ഈ ഫാക്ടറിയിലോട്ട് കയറി വരുന്നതിന് മുന്നേ തന്നെ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളാണെങ്കിലും അകത്തോട്ട് എൻ്റർ ആവുന്ന മുതലേ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കണമായിരുന്നു. അമ്മാതിരി സൗണ്ട് ആക്ടിവിറ്റീസ്. സോ ഓക്കെ, എന്തായാലും ഇവിടുത്തെ സംഭവം ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി ഇത് വന്നിട്ട് ഒരു ഫാക്ടറിയാണ്. സോ ഈ ഫാക്ടറിക്ക് പിന്നിൽ വേറെ പല കാര്യങ്ങളും സ്റ്റോറികളുണ്ട്. ബട്ട് അതൊക്കെ വന്നിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥകൾ സ്റ്റോറിയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫാക്ടറിക്ക് അടുത്തുള്ള ഒരു വീട്ടില് ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു പ്രേതബാധ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രേതബാധ പിടിച്ചതിന് ശേഷം
ആ ഒരു എന്താ പറയാ ആ പെണ്ണിനെ വന്നിട്ട് വേറെ മോളിന്ന് ശബ്ദം കേട്ടേ, ഫോണിൽ ഫുട്സ്റ്റെപ്പ് മോളിന്ന്. ഓക്കെ കേക്ക് മൈൻഡ് വിട്ട് ഫസ്റ്റ് ഇൻട്രോ പറയട്ടെ. അപ്പൊ ഈ പെൺകുട്ടിയാണെങ്കിൽ വന്നിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും, അതായത് ഈ പ്രേതബാധ ഒഴിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രേതബാധ ഞാൻ പറഞ്ഞേ കേട്ടോ, ഞാൻ പറഞ്ഞ എന്താ അത്. ഓക്കെ പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പ്രേതബാധ ഒഴിപ്പിച്ചതിന് ശേഷം വന്നിട്ട് ഇപ്പോ ആ കുട്ടി റിക്കവർ ആയി ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ പ്രേതം, അതായത് കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ദേഹത്ത് കയറിയ ആ പ്രേതം വന്നിട്ട് ആ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ട് ഇപ്പൊ ഈ ഒരു ഫാക്ടറിയിലാണ് നിൽക്കുന്നത് എന്നാണ് ഇപ്പൊ പറയുന്നത്. ബട്ട് അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ബട്ട് ഇവിടെ വന്നതിന് ശേഷം അത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. അതുകൂട്ടാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. വിശ്വസിക്കാതിരിക്കാൻ പറ്റുള്ള, ഞങ്ങൾക്ക് എല്ലാം കയറുന്ന എന്റെ പേടി. ഇപ്പൊ അമ്മ ആക്ടിവിറ്റി ഇപ്പൊ നിങ്ങാനാണ്ടില്ലേ, പിന്നെ ഒരു രക്ഷയില്ലാട്ടാ. പക്ഷെ കൊല്ലണ രീതിയിലുള്ളതാ. അത് വിസിലടി, ഫുഡ് സ്റ്റെപ്പ്, പിന്നെ ഇപ്പൊ കണ്ടില്ലേ, അങ്ങനെ ഓരോന്നായിട്ട് എന്റെ പൊന്തി. ബാക്കിയുള്ളൊക്കെ വീഡിയോ കാണുമ്പോ നിനക്ക് തന്നെ മനസ്സിലാവും. പാസ്സായത് കഴിയുമ്പോ എനിക്കൊന്നും ഫീൽ ചെയ്ത ഞാൻ പറയണേ. വിസിലടി ഫോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് ഗൈസ്. ഇവിടെ വന്നതിന് ശേഷം വന്നിട്ട് വിസിൽ, അതായത് ഷൂൺ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നു. പിന്നെ വേറെന്താ അറിയ, ഇവിടെ മൊത്തം അവന്റെ ആ ഒറ്റ മനുഷ്യനില്ല ഈ പ്രദേശം എന്ന് വെച്ചാ. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഫോൺ അടിക്കുന്ന സൗണ്ട് ഒക്കെ ഇങ്ങനെ വന്നത് അറിയാൻ പാടില്ലാത്തത്. ഇനിയിപ്പോ ആരെങ്കിലും ഉണ്ട് ചോദിച്ചിട്ടെങ്കിൽ ആരും ഒന്നും പറയുന്നില്ല. അവിടെ എത്തി നോക്കിയിട്ടും എവിടെ ആരെയും കാണുന്നില്ല. അതാണ് എന്താ ഒന്നും അറിയാൻ പാടില്ല. പിന്നെ ഇതിന്റെ മോളോട്ടൊന്നും ഒരാൾ കയറാനും പറ്റില്ല. എന്താ സംഭവം അറിയില്ല. ഓക്കെ ഇതാണ് ഈ സംഭവം. ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്തിട്ട് വീഡിയോസ് കാണുക. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്, തുടർന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എല്ലാ വീഡിയോസും പറയാണ്ട് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ്, അടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അത് മറക്കണ്ടെന്ന് പറഞ്ഞ. ഓക്കെ കേട്ടോ. ഇതൊക്കെ പഴയ മറ്റേ സാധനം ഇതില്ലേ, ഒന്നുമില്ല, അതൊക്കെ പോയി. ഓക്കെ ഇവിടെ എന്തോന്നു, ഇവിടെ ഫുള്ള് കുഴി ഉണ്ട് കേട്ടോ, നോക്കി കേട്ടോ. നോക്കുമ്പോ നടക്കുമ്പോ നോക്കണം. കുഴിന്റെ മുകളിൽ ചായപ്പൊടി മുകളിൽ ചാണകം, മൊത്തം നല്ല കോമ്പിനേഷൻ. എന്താണ് ലോക്കർ റൂമാ? ഹലോ, ഇത് മറ്റേ സാധനം ചായപ്പൊടി ചായപ്പൊടി ഉണക്കുന്നല്ലേ, മോർച്ചറി റൂമിട്ടുണ്ട്. സത്യം എന്റെ പൊന്നെ, ഇവിടെ നടക്കൂടെ സൗണ്ട് റെക്കോർഡ് ചെയ്തത്. ഇതൊക്കെ എന്ത് സാധനം ഇത്? വേണ്ട, ഇനി അതിന്റെ പേരിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കും. എന്താ ബ്രോ? അത് തന്നെ ചെയിനൊക്കെ പോയി ഇവിടത്തെ തലയിലങ്ങളും വീണ് കഴിഞ്ഞ് ഇത്ര അമ്പോ പിറകിക്കൊണ്ട് പാട്ടാ ചതഞ്ഞിരിക്കും. നജീബി അമ്മന്തിയും സൂര്യ ചമ്മന്തിയും കൂട്ടാ. ഫ്രിഡ്ജ് വഴിയാണോ? അല്ല ബ്രോ, ആ റൂമാട്ടോ. കുഴിയുണ്ടല്ലോ, നോക്കട്ടാ. ബ്രോ ഫ്രണ്ടില് അവിടെ ഒരു കുഴി, വലിയക്കാട്ടൊരു കുഴിയുണ്ട്. ഹലോ, എന്ത് സാമാൻ മെഷീനൊക്കെ ഉണ്ട്. ബെൽറ്റിന് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ലടാ, ബെൽറ്റ് പുലിയ.
അപ്പൊ ആനടച്ചിട്ടല്ല ഞാൻ അതിന്റെ വില അടിയിട്ടുണ്ട. ബ്രോ എന്താ ബ്രോയ്ക്ക് എന്താ എന്തോ കേട്ടില്ല ഒന്നും അതിന്റെ മോളിൽ നിന്ന്. പിന്നെ സ്റ്റെപ്പ് ഇതിന്റെ തട്ടിന്റെ മോളിലാണോ ഇതിന്റെ മോളിലാണോ ഫുഡ് സ്റ്റെപ്പ് പോലെ എന്താ കേട്ടിയ ക്ലിയർ ആയിട്ട് ഞാൻ കേട്ട് നോക്കാം. കുഴി ഞാൻ വീണാലും ബ്രോ ഒറ്റക്കുള്ളൂ, ബ്രോ വീണാൽ ഞാൻ ഒറ്റക്കുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് രണ്ടുപേർക്കും. എന്താണ് സോ ഡാർക്ക്? ചിരിക്കുന്ന ബ്രോ, ചിരിക്കുന്നു. ഇരിക്കുന്നു. ആ ഞാൻ കേൾക്കാത്തതുകൊണ്ടൊക്കെ നീ എങ്ങനെയാണോ കേൾക്കുന്നത്? ഇതുപോലെ തന്നെയാണ് എന്റെ പണ്ടൊരു അമ്മാവൻ. തീർന്നത് ശങ്ക. ഹലോ, എന്റെ ദൈവമേ, എന്താണോ അത്? ആരത്? ഹലോ, ആരാന്ന് ചോദിച്ചേ? നീ ആരാ? നീ എവിടെ നീ എവിടെ നിക്കുന്നേ? മനുഷ്യനാണ് പ്രേമം, ആരാണെങ്കിലും പറഞ്ഞോ. ഹലോ, എന്താ അത്? എന്താ? ഹലോ, ആരത്? എടാ ആരാടാ? ഹലോ ഹലോ ഹലോ, ആരത്? ആ പെണ്ണിന്റെ ദേഹത്ത് കയറി ആത്മാവാണോ നീ? ആണല്ലോ കേൾക്കുന്നു. ഇവിടെ വെല്ലൊക്കെ ഉപദ്രവിച്ചിട്ട് നിങ്ങക്കൊക്കെ എന്തിട്ടാണ് നീയൊക്കെ പോയി അവയെ പൊക്കൂടെ ബ്രോ? ഫുള്ള് പൊടി കേട്ടോ. പൊടി മാത്രമല്ല, ആ പെണ്ണിന് നേരത്തെ ആത്മാവാണോ നീ? നിന്റെ പേരെന്ന് പറയാ, പേര് 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 പേര്. എന്റെ ദൈവമേ, നീയാണത്? നീയാണോ? ഒന്നുകൂടി പോക്കാം, ഒന്നും കൂടി. എന്തിനും ഒന്നുകൂടി പോക്കണേ? അത് തലയിലോട്ട് വരും. കൺഫേം ചെയ്യല്ലോ ആ പെണ്ണിന്റെ ദേഹത്ത് നോക്കി എന്റെ അമ്മ. പറഞ്ഞേ എന്തിനാ ബ്രോ ഇങ്ങനെ പ്രകോപിപ്പിക്കല്ലേ? അല്ലെങ്കിൽ തന്നെ എന്നോടൊന്ന് ദേഷ്യമുള്ളവർ ഇത്ര നേരം. ഓടിപ്പോക്കേ. നിനക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? ഈ സ്ഥലത്ത് നിന്നിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഡാർക്ക്. ഈ സ്ഥലത്ത് നിന്നിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന്? എന്റെ ദൈവമേ, എന്താണ്? എന്തിനൊക്കെ ചെയ്യുന്നേ? ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. വണ്ടി പോക്കും, വണ്ടി പോക്കും. ഞാൻ പറയുന്നുണ്ട്. എന്റെ മേത്തോന്നാണ് ഈ സാധനം. അറിയില്ല പോ.
ഇവിടെ കിടന്ന് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത് തന്നെ ഇതൊന്നും കിട്ടാനേ ഇല്ല. ഉള്ള കുറെ പഴയ മെഷീനാണ്, പഴയ മെഷീൻ. ഒരു സാധനം ഇവിടെ കിട്ടാൻ പോലും ഒന്നും. കണ്ണിന് കുത്തി കേറില്ല ദൈവം. നഞ്ചി നോക്കിയോ കേട്ടോ. നോക്കി വരാനോ, നോക്കാൻ വേണ്ടി കണ്ണുണ്ടാവൂല. എന്താ ബ്രോ ഈ ഡോർ ഇങ്ങോട്ടായി. ബ്രോ എന്താ ഇത്? ഡോറുണ്ട്, ആ ഡോർ ഇങ്ങോട്ട് ചാടിക്കുന്നു. കേക്കുന്നില്ല ഒന്നും.